പിന്നെ എല്ലാവരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചല്ലേ? എല്ലാവരും പുറത്തു പോ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കുമല്ലോ. അങ്ങേരത്ര പെട്ടെന്നൊന്നും ഇല്ലാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളൂ. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാകര ദൈവദോഷം പറയാതെ. പിന്നെ ചാകുന്ന് പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കണേ? മനുഷ്യന് വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഞാനും അമ്മണിയും ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലയോ, അതങ്ങ് മനസ്സിരിക്കട്ടെ. ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ. തിരക്കുള്ളവർക്കൊക്കെ പോകാമെന്നല്ലേ പറഞ്ഞോളൂ അമ്മണി? അത്ര തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണാ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നിന്നാ വീഴ്ച? എടാ കൊച്ചനെ നീ വന്നേ. നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന പറഞ്ഞ കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്. അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം അല്ലേ മണി? പിന്നെ ആ പ്രജാ പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോലെ ദൈവം. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 തരം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ പണം ചെലവായിട്ടുണ്ട്. അത് വരെ വയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ച ദേ, കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോടെ അമ്മണി, ഇത് കേട്ടാ? ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുകുതിരി വാങ്ങിച്ചത് ആരാ? ഞാനാ 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുകുതിരി ഞാൻ കത്തിക്കുന്നത്. എന്നിട്ട് പോലെ കണക്ക് പറഞ്ഞോ? കളയളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ലേ ഈ അനാ പൈസയുടെ കണക്ക് പറയുന്നത്? അയ്യോ, അതിന് മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാലനും വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ല. കുറച്ചോട്ടായിരുന്നു നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിന്റേതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. നീ ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കില്ല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ, എന്റെ അമ്മാവൻ ചത്തേ. ഞാൻ ആദ്യം പോട്ടെ, എന്റെ മാവനാ. ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനാണെന്ന് ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആള് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നീ അകത്തേക്കല്ലേ? ഇവന്റെ ശരീരം ഞാനിവിടെ വടിയാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ, പേടിക്കാനൊന്നുമില്ലടാ. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല്. പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. അമ്മാവൻ ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്ന് ഉറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴ മണി ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴയ്ക്കും. ഈ അമ്മണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ?
ഹോ, നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. 4 കാശ് കിട്ടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്.